ഞാൻ അവിടെ ചെല്ലുമ്പോൾ 79 ഡിസംബറിൽ ഞാൻ ചെല്ലുമ്പോൾ അവിടെ ജ്യോതി ബസു മുഖ്യമന്ത്രിയായിട്ട് ഏതാണ്ട് 2 വർഷം കഴിഞ്ഞിരുന്നു. അതിനു മുമ്പേ വരെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഭരണം വളരെ ക്രൂരമായിട്ടുള്ള അടിച്ചമർത്തൽ നടത്തിയതിന് ശേഷം ഒരു അതിജീവനത്തിൻ്റെ ഘട്ടത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം, ആ മുന്നണിയും. അപ്പം അത് ദീർഘകാലത്തെ അടിച്ചമർത്തൽ, ഒരുപാട് മരണങ്ങൾ, കൊലപാതകങ്ങളും ജയിൽവാസവും ഒക്കെ കൂടി ചേർത്തിട്ട് തകർത്ത് കളഞ്ഞ ഒരു ഈ ജനതയുടെ ആത്മവിശ്വാസം വീണ്ടെടുത്ത് കൊടുക്കുക എന്നുള്ള ഒരു പ്രക്രിയയായിരുന്നു അന്ന് അവിടെ നടന്നിരുന്നത്. അതിൽ ഉത്പലത്തൊക്കെ തെരുവിൽ നാടകങ്ങൾ അവതരിപ്പിച്ച് കൊടുത്തിരുന്നത് ഈ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ജനങ്ങൾ വലിയ പ്രതീക്ഷയിലായിരുന്നു. ഈ ഒരു പുതിയൊരു ജീവിതം അവർക്ക് കിട്ടുന്നു, വലിയൊരു മാറ്റം ഉണ്ടാകുന്നു. ഒരു പക്ഷേ ഇതാണ് നമ്മളെ എത്രയോ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിപ്ലവം എന്ന് ആളുകൾക്ക് തോന്നിയിട്ടുണ്ടാവണം. അത്രയേറെ പ്രതീക്ഷ നിർഭരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് അന്ന് ഞാൻ ആളുകളെ അവിടെ കണ്ടിരുന്നത്. സാധാരണ ജനങ്ങളൊക്കെ പ്രതീക്ഷാകുലരായിരുന്നു. അവിടുത്തെ എസ്പ്ലനേഡിൽ പിന്നെ ഒരു വലിയ സമ്മേളനം ചേരുമ്പോൾ അവിടേക്ക് വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് പോലും അതിരാവിലെ ആളുകളിങ്ങനെ വരികയാണ്. ഭക്ഷണപ്പൊതികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആൾക്കാരിങ്ങനെ വരികയാണ്. കൊൽക്കത്തയിൽ ഓരോ സ്റ്റേഷനുകളിൽ നിന്നും ഓരോ ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ വന്നിട്ട് അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഒന്നിച്ചു ചേർന്ന ഒരു മഹാസമ്മേളനം എൻ്റെ മനസ്സിലുണ്ട്. ഈ ചുവപ്പ് കൊടികൾ ഉയർത്തിയിട്ടുള്ള ഒരു മഹാസമ്മേളനം. അത്രയും ഒരു വലിയൊരു ജനസഞ്ചയത്തെ ഞാൻ ജീവിതത്തിൽ വരെ കണ്ടിട്ടില്ല. അപ്പോൾ അത് കാണിക്കുന്നത് അവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രതീക്ഷയായിരുന്നു. അവർ അത്രയേറെ സഹിച്ച മനുഷ്യരുടെ പ്രത്യാശ അവിടെ ഇങ്ങനെ പൂവണിയായിരുന്നു. അതിൻ്റെ ഒരു ഭരണകർത്താവ് എന്ന നിലയ്ക്ക് ജ്യോതി ബസുവിന് വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം വളരെ വിദ്യാസമ്പന്നനായിരുന്നു. പക്ഷേ വളരെ ജനകീയനായിരുന്നു. ആർക്കും ചെന്ന് കാണാവുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ഞാൻ കേരളത്തിലെ ദേശാഭിമാനി എന്ന് പറയുന്ന പത്രത്തിൻ്റെ ഒരു പ്രത്യേക പ്രതിനിധി എന്ന നിലക്ക് കൂടിയായിരുന്നു അന്ന് അവിടെ പ്രവർത്തിച്ചിരുന്നത്. ആ നിലയ്ക്ക് ഈ റൈറ്റേഴ്സ് ബിൽഡിങ്ങിൽ എനിക്ക് വലിയ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ജ്യോതി ബസുവിനെ ചെന്ന് കാണാനും അദ്ദേഹത്തോട് സംസാരിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നു. അവിടെ പിന്നെ ചെല്ലാം. അതുപോലെ അവിടുത്തെ സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യയെ കാണാം. റൈറ്റേഴ്സ് ബിൽഡിങ്ങിൻ്റെ ചരിത്രം ഉറങ്ങുന്ന അല്ലെങ്കിൽ ഉണർന്നു കിടക്കുന്ന റൈറ്റേഴ്സ് ബിൽഡിങ്ങിലൂടെ തലങ്ങും വിലങ്ങും നടക്കാം. അതിൻ്റെ പഴയ ഏണിപ്പടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങാം. അതൊക്കെ ഒരു വലിയ സ്വാതന്ത്ര്യമായിരുന്നു. നമ്മൾ അതിൻ്റെ ഒരു ഭരണത്തിൻ്റെ ഒരു ഭാഗം എന്ന പോലെയാണ് അന്ന് അവിടെ കഴിഞ്ഞിരുന്നത്. അതേ സമയത്ത് തന്നെ അതിൻ്റെ ഈ നേതൃസ്ഥാനത്തുള്ള ആളുകളുടെ ഒരു ജീവിത വിശുദ്ധി എന്നെ ആഴത്തിൽ സ്പർശിച്ച ഒന്നാണ്. കാരണം എൻ്റെ ഒരു അനുഭവം, ഞാൻ താമസിച്ചിരുന്ന രാഷ് ബിഹാരി അവന്യൂവിൽ, ബാളിഗഞ്ച് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള രാഷ് ബിഹാരി അവന്യൂവിൽ നിന്ന് കുറച്ച് ദൂരം മുന്നോട്ട് പോയാൽ ഈ തെരുവിലേക്ക്, റോഡിലേക്ക് തുറക്കുന്ന ഒരു ചെറിയ പാർപ്പിടം ഉണ്ടായിരുന്നു. അതിന് വീടെന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ഒറ്റമുറിയുള്ള ഒരു പാർപ്പിടം, ഒരു പഴഞ്ചൻ പാർപ്പിടം. ആ വാതിൽക്കൽ ഞാനൊരു ദിവസം ചെന്ന് മുട്ടി. അപ്പോൾ അകത്തു നിന്ന് ഒരാൾ വന്നു. വളരെ ഏറ്റവും സാധാരണക്കാരനായിട്ടുള്ള ഒരു അഭയാർത്ഥിയൊക്കെ എന്ന് തോന്നിക്കാവുന്ന രൂപമുള്ളൊരു മനുഷ്യൻ. അദ്ദേഹമായിരുന്നു അവിടുത്തെ ഈ ഭരണത്തിൻ്റെ തലവൻ. ശരിക്കും പറഞ്ഞാൽ ഇപ്പം മുഖ്യമന്ത്രി ജ്യോതി ബസു ആണെങ്കിലും അവിടുത്തെ ഏറ്റവും അധികാരമുള്ള മനുഷ്യൻ, ശക്തിയുള്ള മനുഷ്യൻ, അല്ലെങ്കിൽ വ്യക്തിപ്രഭാവമുള്ള മനുഷ്യൻ യഥാർത്ഥത്തിൽ ഈ പ്രമോദ് ദാസ് ഗുപ്ത എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായിട്ടുള്ള ആ മനുഷ്യനായിരുന്നു. അദ്ദേഹം അവിടെ താമസിച്ചത് ഈ ഒരു വളരെ ദരിദ്രമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ. അവിടെ ഒന്നുമില്ല, ആർഭാടങ്ങളില്ല, ഈ മര്യാദക്കുള്ള ഇരിപ്പിടങ്ങളില്ല, ഒരു കിടക്ക, ഒരു കട്ടിലും ഒരു കീറ തുണികളും ഒക്കെയുള്ള ഒരു മുറി, കുറേ പത്രങ്ങളും പുസ്തകങ്ങളൊക്കെയുള്ള ഒരു മുറി, ഒരു മണ്ണെണ്ണ സ്റ്റൗ ഉണ്ട് ഒരു ഭാഗത്ത്. അതിൽ ഞാൻ ചെല്ലുമ്പോൾ ഈ പ്രമോദ് ദാസ് ഗുപ്ത മണ്ണെണ്ണ സ്റ്റൗ ഇങ്ങനെ അതിൽ കാറ്റടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചായ വെക്കാൻ വേണ്ടിയിട്ട്. എന്നോട് ചോദിച്ചു, ഒരു ചായ കഴിക്കുമോ? ഞാൻ പറഞ്ഞു കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് വെള്ളം കൂടി അതിൽ ഒഴിച്ച് ആ ചായ ഉണ്ടാക്കി സ്വന്തം കൈകൊണ്ട്. കുടുംബാംഗങ്ങളൊന്നുമില്ല, ഒറ്റയ്ക്ക് താമസിക്കുക. അപ്പോൾ ജീവിതത്തിൽ ഒന്നുമില്ലാത്ത ഒരുപാട് ആൾക്കാർ അങ്ങനെയുള്ളവർ അവിടെ കൽക്കത്തയിലുണ്ടായിരുന്നു. ഈ ഒട്ടും അഴിമതിയില്ലാത്ത, ജനങ്ങളോട് അത്രയേറെ പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള
ജീവിതം, സ്വന്തം ജീവിതം കൊണ്ട് എളിമ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന, സ്വന്തം ജീവിതം ഒരു മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കാവുന്ന അത്രയേറെ ഈ ഹൃദയവിശുദ്ധിയുള്ള ആൾക്കാർ, വിനയമുള്ള ആൾക്കാർ, ജനങ്ങളോട് അത്രയേറെ സ്നേഹവായ്പുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലമാണ് അത് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ പ്രത്യക്ഷത്തിൽ അത് അനുഭവപ്പെടുമായിരുന്നു. വളരെ പ്രസന്നമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത്. ഈ സാഹിത്യം, അതുപോലെ നാടകം, സംഗീതം, ഇതൊക്കെ അവിടെ അതിൽ ജീവിതത്തിൽ കലർന്ന് കിടക്കുന്നുണ്ട്. ആളുകൾക്ക് ഇപ്പോൾ തെരുവിലെ റിക്ഷക്കാർക്ക് പോലും രവീന്ദ്ര സംഗീതം അറിയാം. രവീന്ദ്ര സംഗീതം ഏതെങ്കിലും ഒന്ന് മൂളാൻ വേണ്ടി പറഞ്ഞാൽ അവർ ആവേശത്തോടെ മുഴുവൻ പാട്ടുകളും മുഴുവൻ വരികളും പാടുന്ന ആൾക്കാർ, റിക്ഷക്കാരുണ്ട്. അവരുടെ വേർപ്പൊഴുക്കുന്ന ദേഹത്തിൻ്റെ ഉള്ളിലും അവർ ടാഗോറിനോടുള്ള ആദരവുണ്ട് അവർക്ക്. അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സംവേദനക്ഷമതയും ഒരു സംസ്കാരവും ഒക്കെ, ഉന്നതമായിട്ടുള്ളൊരു സംസ്കാരവും ഒക്കെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വരെ ഉണ്ടായിരുന്നു. അതാണ് ആ നഗരത്തിൻ്റെ ഒരു വലിയ മഹത്വം എന്ന് എനിക്ക് തോന്നുന്നത്. അവരെ ജീവിതം ഒരുപക്ഷെ ദരിദ്രമായിരിക്കാം, കഷ്ടതകളും നിറഞ്ഞതായിരിക്കാം, അഭയാർത്ഥികളും ഒക്കെ ഉള്ള വളരെ ഞെരുങ്ങിക്കഴിയുന്ന ഒരു സാഹചര്യമുള്ളതായിരിക്കാം. ഒന്നും ഒരുപാട് ഇടിഞ്ഞു പൊളിഞ്ഞ് തകരാറായിട്ടുള്ള കെട്ടിടങ്ങളും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സ്ഥലരാശിയിൽ അവർ അകപ്പെട്ടിരിക്കാം. പക്ഷേ എന്നാൽ പോലും അവരുടെ മുഖം പ്രസന്നമായിരുന്നു അന്ന്. ആ ഒരു അനുഭവത്തിലൂടെയാണ് ഞാൻ അന്ന് കടന്നു പോയത്. അതും എന്നെ വളരെയേറെ സ്വാധീനിക്കുകയുണ്ടായി. ആളുകളുടെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു സ്വാധീനം, ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ സ്വാധീനം, മനുഷ്യരെ എങ്ങനെ ഒരുമിപ്പിക്കുന്നു എന്നുള്ള ഒരു വലിയ പ്രായോഗികമായിട്ടുള്ള പാഠം അവിടെ ഞാൻ നേരിട്ട് കാണുകയായിരുന്നു. നമുക്ക് അതിനു മുമ്പേ നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷേ അത് കേരളത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നില്ല. അവിടെ ചെന്നപ്പോഴാണ് അത് അനുഭവപ്പെട്ടത്. ആ വലിയൊരു നഗരത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ ഒരുമിച്ച് ചേരുകയും അവരെ ഒരേ വികാരത്തിൽ ഇങ്ങനെ ഒരു ചരിത്ര സന്ധിയിൽ ഒരുമിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വിചിത്രമായിട്ടുള്ള കാഴ്ച, ആ കാഴ്ചയുടെ ഒരു ഭാഗം ആയിട്ട് നിന്ന് കാണാൻ, അറിയാൻ, ഉൾക്കൊള്ളാൻ എനിക്ക് അവസരമുണ്ടായി. കൽക്കത്ത പ്രവർത്തിച്ചിട്ടുള്ള ഒരു വലിയ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ, ഞാൻ ഒരിക്കലും എഴുതാൻ വേണ്ടി ഉദ്ദേശിക്കാത്ത ഒരു പുസ്തകം എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. അത് സെൻറ്റ് പോൾസ്, അവിടുത്തെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഭദ്രാസനപ്പള്ളി, സെൻറ്റ് പോൾസ് കത്തീഡ്രൽ, അവിടെ ഞാൻ ചെല്ലുകയായിരുന്നു ഒരു ദിവസം. ക്രിസ്മസ് കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആരുമില്ല. അവിടെ ഒരു തോട്ടക്കാരൻ ചെടികൾ നനച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഈ പള്ളിക്കകമേ ആരുമില്ല. ഞാൻ പതുക്കെ പള്ളിയുടെ ഉള്ളിലേക്ക് ചെന്നു. അവിടെ ഈ പല വർണ്ണങ്ങളിലുള്ള ചില്ലുകൾ പതിച്ചിട്ടുള്ള ജാലകത്തിലൂടെ സൂര്യൻ്റെ രശ്മികൾ ഇങ്ങനെ, അവിടെ ഒരു ദീപ്തി, ഒരു സവിശേഷമായിട്ടുള്ള ഒരു ദീപ്തി അവിടെ നൽകുന്നുണ്ടായിരുന്നു. അതിനകത്ത് ഈ അൾത്താരയ്ക്ക് മുന്നിലായിട്ട് ഒരുപാട് പഴയ ബൈബിൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തുറന്നു കിടക്കുകയാണ് പലതും. അപ്പോൾ അത് എത്രയോ തലമുറകൾ സ്പർശിച്ചിട്ടുണ്ടാവാനിടയുള്ള ബൈബിളാണ്. ഞാൻ അവിടെ ഇരുന്നിട്ട് വെറുതെ ഒരു ബൈബിൾ എടുത്ത് മറിച്ചു നോക്കി. അപ്പോൾ അതെന്താണ് വായിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ അത് വായിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സ് ഒരു ഭൂതകാലത്തിലേക്ക് സഞ്ചരിക്കുകയായി. ഞാൻ മുമ്പുണ്ടായിരുന്ന ചില ഗ്രാമമേഖലകൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. ഞാൻ അവിടെ കണ്ടുമുട്ടിയിട്ടുള്ള മനുഷ്യർ, ഞാൻ നടന്നു പോയിട്ടുള്ള വഴിത്താരകൾ, അവിടെ പരിചയപ്പെട്ടിട്ടുള്ള ജീവിത സന്ദർഭങ്ങൾ, അവിടെ ഞാൻ കൂടി ഉൾപ്പെട്ടിട്ടുള്ള കുർബാനകൾ, മരണ ശുശ്രൂഷകൾ, മാമോദീസകൾ, ഇതൊക്കെ ഇങ്ങനെ ഓർമ്മയിലേക്ക് വരികയാണ്. അപ്പോൾ ഈ ഒരു ഗ്രാമ പശ്ചാത്തലത്തിൽ ഞാൻ എത്തിപ്പെടുന്നത് 70കളുടെ തുടക്കത്തിലാണ്. കണ്ണൂരിൽ നിന്ന് അധ്യാപക പരിശീലനം നേടിയ ശേഷം ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത് മുഴുവനും ഈ കുടിയേറ്റ കേന്ദ്രങ്ങളിലാണ്. മധ്യ തിരുവിതാംകൂറിൽ നിന്ന് 40കളിൽ കുടിയേറിപ്പാർത്തവർ വന്നിട്ടുള്ള സ്ഥലങ്ങളെയാണ് ഞങ്ങൾ കിഴക്ക് എന്ന് പറഞ്ഞിരുന്നത്. കിഴക്ക് എന്ന് പറയുന്നത് കർണാടകയോട് ചേർന്നിട്ടുള്ള അതിർത്തി പ്രദേശമാണ്. കുന്നുകളും പാറകളും വലിയ നീരൊഴുക്കുകളും ഒക്കെയുള്ള സ്ഥലം, വനങ്ങളും ഒക്കെയുള്ള സ്ഥലം.
അപ്പോൾ അവിടെ 40കൾ തൊട്ട് ആൾക്കാർ വരികയും അവിടെ കൃഷി ചെയ്യുകയും വീടുകൾ പണിയുകയും പള്ളികൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു അവരുടേതായിട്ടുള്ള ഒരു ജീവിത മേഖല അവിടെ സൃഷ്ടിച്ചിരുന്നു. എന്നെ സംബന്ധിച്ചിട്ട് അത് വളരെ പുതിയ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. അവിടെ നമ്മൾ കാണുന്ന ജീവിതം, ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ ദേശത്തുള്ള അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള നാടകങ്ങളിൽ നിന്ന് കണ്ടിട്ടുള്ള ക്രിസ്തീയ ജീവിതമാണ്. അതുപോലെ സിനിമകളിൽ നിന്ന് കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ മുറ്റത്ത് വർക്കിയുടെയും പാറപ്പുറത്തിൻ്റെയും പൊൻകുന്നം വർക്കിയുടെയും ഒക്കെ പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചിട്ടുള്ള ഒരു ജീവിതമാണ്. ആ ജീവിതം പ്രത്യക്ഷത്തിൽ കാണുകയാണ് അവിടെ. എങ്ങനെയാണ് അവർ ജീവിക്കുന്നത്, എങ്ങനെയാണ് അവർ അവരെ ജീവിതത്തിലേക്ക് ഈ ക്രിസ്തുവിനെ സന്നിവേശിപ്പിക്കുന്നത്, അത് എത്രത്തോളം അവരത് ഉൾക്കൊണ്ടിട്ടുണ്ട്, അതിലുള്ള ആചാരങ്ങൾ അവരെങ്ങനെയാണ് പിന്തുടരുന്നത്, എത്രമാത്രം ഭക്തി നിർഭരമാണ് അവരുടെ മനസ്സ്, എത്രമാത്രം ഏകാഗ്രമാണ് അവരുടെ ജീവിത ചിന്തകൾ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ നേരിട്ട് കാണുകയാണ്. ഒപ്പം തന്നെ അവരുടെ ഒരു നിഷ്കളങ്കതയുണ്ട്. മനുഷ്യരെ എന്ന പോലെ പ്രകൃതിയെയും അവർ സ്നേഹിക്കുകയും അതുമായിട്ട് അത് ഞങ്ങളുടെ ജീവിതത്തിനെ അവർ ചേർത്ത് വയ്ക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അത് മുമ്പ് എസ്.കെ. പൊറ്റക്കാട് വിഷകന്യക എന്ന് പറയുന്ന നോവലിൽ ആവിഷ്കരിച്ചതുപോലിട്ട് ഒരു ജീവിതാവസ്ഥയായിട്ട് എനിക്ക് തോന്നിയതേയില്ല. അത് ആളുകൾ തിരുവിതാംകൂറിൽ നിന്ന് വരുന്നു, വളരെ ഹോസ്റ്റൈലായിട്ടുള്ള ശത്രുതാ മനോഭാവം പുലർത്തുന്ന രീതിയിലുള്ള ഒരു മണ്ണ് ആണ് അവിടെയുള്ളത്, മനുഷ്യരാണ് അവിടെയുള്ളത്, പ്രകൃതിയാണ് അവിടെയുള്ളത്, കാലാവസ്ഥയാണുള്ളത്. അവിടുത്തെ മണ്ണ് വിഷകന്യകയാണ്, അവിടെ ഒന്നും വളരില്ല, നല്ല ഫലങ്ങൾ തരുന്ന വൃക്ഷങ്ങളൊന്നും വളരില്ല, സസ്യങ്ങൾ മാത്രമേ അവിടെ വളരുകയുള്ളൂ എന്ന് പറഞ്ഞ് ശാപം ചൊരിഞ്ഞിട്ട് ഈ കുടിയേറി പറക്കാൻ വന്നവർ തിരിച്ചു പോകുന്നതാണ് ആ പുസ്തകത്തിൽ പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരുന്നില്ല. അത് ആദ്യം വന്ന ആളുകൾക്ക് കുറേ വിഷമതകളുണ്ടായിരുന്നു എന്നത് ശരി. കുറേ പേർക്ക് പ്രകൃതിയായിട്ട് മല്ലിടുമ്പോൾ അവിടുത്തെ കാലാവസ്ഥയായിട്ടോ അല്ലെങ്കിൽ മലമ്പനി പോലുള്ള രോഗങ്ങളായിട്ടോ അസൗകര്യങ്ങളായിട്ടോ ചികിത്സാ സൗകര്യങ്ങളില്ലാത്തത് കൊണ്ടൊക്കെ ആൾക്കാർ ചിലർ മരിച്ചു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ അവർ അവിടെ പിടിച്ചു നിന്നവർ വളരെ ധീരമായിട്ട് അവരുടെ ജീവിതം വളരെ സാഹസികമായിട്ട് അവരുടെ ജീവിതം കൊണ്ട് പൊരുതുകയും അവർ പിന്നെ നല്ല വിജയം നേടുകയും അവർ ഓട്ടം തികയ്ക്കുകയും ചെയ്തു. ആദ്യകാലത്തെ തലമുറ, ഈ കുടിയേറ്റക്കാരുടെ ആദ്യകാല തലമുറ ഒരുപാട് ക്ലേശങ്ങൾ സഹിച്ചു, ഒരുപാട് പേരെ അവർക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ അവരുടെ ഒരു പോരാട്ട വീര്യം ഉണ്ടായിരുന്നു. അത് ഉൾക്കൊണ്ടിട്ടുള്ള മനുഷ്യരാണ് അവരെ, അത് തിരിച്ചറിയുന്ന കുട്ടികളാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ കുട്ടികളുടെ സ്നേഹം അപാരമായിരുന്നു. അവർ അധ്വാനിക്കുന്ന കുട്ടികളായിരുന്നു, അത്രയേറെ മൂല്യബോധമുള്ള കുട്ടികളായിരുന്നു. അധ്യാപകരോട് അത്രമേൽ സ്നേഹം, കുടുംബത്തോട് അത്രമേൽ സ്നേഹം, അവരുടെ അപ്പൻ അമ്മ എന്നൊക്കെ പറഞ്ഞാൽ അത്രയേറെ സ്നേഹം, അവരെ രക്ഷകനായ ക്രിസ്തുവിനോട് അതിലേറെ സ്നേഹം. അങ്ങനെയൊക്കെയുള്ള ഒരു അന്തരീക്ഷത്തിൽ ഞാൻ ഒരുപാട് വർഷക്കാലം ജീവിക്കാനിടയിൽ അതെന്നെ വലിയ രീതിയിൽ മാറ്റി തീർത്തതാണ്. ഞാൻ അക്കാലത്ത് ബൈബിള് നിരന്തരമായിട്ട് വായിക്കുമായിരുന്നു. ബൈബിള് വായിക്കുമ്പോൾ അത് ഒരു മതഗ്രന്ഥം എന്ന നിലയ്ക്കല്ല ഞാനത് വായിക്കുന്നത്. ലോകത്തിലെ ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു സാഹിത്യ കൃതി എന്ന നിലയ്ക്കാണ് വായിക്കുന്നത്. അതിലെ രണ്ട് അംശങ്ങൾ എന്നെ വളരെ സാരമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. ഒന്ന് അതിൽ ഭാഷ, അത് മലയാള വിവർത്തനത്തിലെ ഭാഷ, സത്യവേദ പുസ്തകത്തിലും ബൈബിളിൻ്റെ മറ്റു വിവർത്തനങ്ങളിലുള്ള മനോഹരമായിട്ടുള്ള ഒരു ഭാഷ. അത് നമ്മൾ പല രീതിയിലുള്ള ഭാഷകൾ, പ്രയോഗങ്ങൾ, ശൈലികളൊക്കെ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചറിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം നവ്യമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. ഭാഷയുടെ അനുഭവം, ഭാഷാവരം ഉള്ള ഒരു ദൈവത്തോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ
ഈ ബൈബിളിൽ എപ്പോഴും ഈ ഭാഷാ വരത്തിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ഭാഷാ വരം നേടുകയാണ് വേണ്ടതെന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒരു ഭാഷാ വരമാണ് നമ്മൾ ആ ബൈബിൾ അതിൻ്റെ ഉത്സുകനായ ഒരു വായനക്കാരന് പ്രദാനം ചെയ്യുന്നത്. ബൈബിൾ അവിടുന്ന് ഇവിടുന്നും നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് സന്ധ്യാനേരത്തോ കുർബാനകളിലോ വായിക്കുന്ന പോലെയല്ല. അത് സമഗ്രമായിട്ട് വായിക്കുന്നു. അത് സമഗ്രമായിട്ട് നമ്മൾ വായിക്കുമ്പോൾ ക്രിസ്തു എന്താണ്, ചരിത്രത്തിലെ ക്രിസ്തു എന്താണ്, ക്രിസ്തുവിൻ്റെ ദർശനം എന്താണ്, ക്രിസ്തുവിൻ്റെ ജീവിതം എന്തായിരുന്നു എന്ന് അറിയുന്നു. അപ്പോൾ നമ്മളൊരു വലിയൊരു ജീവിതത്തെ നമ്മൾ അറിയുകയാണ്. ക്രിസ്തുവിൻ്റെ ഓരോ ദർശനവും നമ്മളറിയുന്നു. ക്രിസ്തുവിൻ്റെ ഓരോ മുറിവിലും നമ്മൾ തൊട്ടറിയുന്നു. ആ ജീവിതത്തിൻ്റെ മഹത്വം എന്തായിരുന്നു, അദ്ദേഹത്തിൻ്റെ അപാരമായിട്ടുള്ള സൗന്ദര്യബോധം എന്തായിരുന്നു, അദ്ദേഹത്തിൻ്റെ അനുകമ്പ എത്രത്തോളം തീവ്രമായിരുന്നു, ഗാഠമായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയുന്നു. ഈ വയലിലെ പുല്ലിൽ പോലും അദ്ദേഹം മഹത്വം കാണുന്നു എന്നുള്ളത് നമ്മളറിയുന്നു. വയലിലെ പുല്ലിനെ ചൂണ്ടിയിട്ട് സോളമൻ തൻ്റെ സർവ്വമഹത്വത്തിലും ഇതിനെപ്പോലെ അലങ്കൃതനായിരുന്നില്ല എന്ന് യേശു പറയുമ്പോൾ നമ്മൾ ഈ പ്രകൃതിയിലെ ഒരു പുൽക്കൊടിയെ ഇത്രയോടെ പരിഗണിക്കുന്ന ഒരു മനസ്സ് ഉള്ള ഒരാളുണ്ടായിരുന്നല്ലോ എന്ന് നമ്മൾ വിസ്മയിക്കുന്നു. അങ്ങനെ ഒരു അസാധാരണമായിട്ടുള്ള ഒരു ജീവിതം, രക്തസാക്ഷിത്വം, പ്രതീക്ഷ, അതിൻ്റെ പുനരുദ്ധാനം, ഇതൊക്കെയുള്ള ഒരു വലിയൊരു അനുഭവം ബൈബിള് മറ്റൊരു തലക്ക് തരുന്നുണ്ട്. അത് മറ്റൊരു ലോകത്തിൽ മറ്റൊരു കൃതിയും പകർന്നു തരുന്ന ഒന്നല്ല. അതിനെയാണ് ഞാൻ ആ ജീവിതമായിട്ട് ചേർത്ത് വച്ചത്. ഞാൻ കാണുന്ന ക്രൈസ്തവ ജീവിതവും ഈ ബൈബിളിനെയും കൂടി ചേർത്ത് വയ്ക്കുകയാണ്. പലരെയും കാണുമ്പോഴേ എനിക്ക് അവർ ക്രിസ്തുവിനെ പോലെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ബൈബിളിലെ ഇന്ന സന്ദർഭമാണല്ലോ കാണുന്നത് എന്ന് തോന്നും. ബൈബിളിൻ്റെ ഒരു പുനരാവിഷ്കാരമാണ് ഈ ജീവിതം എന്ന് നമുക്ക് തോന്നും. രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമില്ല, രണ്ടും പരസ്പരം ചേർന്നതാണ് എന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഈ ആയുസിൻ്റെ പുസ്തകം എന്ന ഒരു നോവൽ ഞാൻ എഴുതാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നത്. അത് സെൻറ്റ് പോൾസ് കത്തീഡ്രലിൽ ഇരുന്നിട്ട് ആ മധ്യാഹ്നത്തിൽ തുടങ്ങിയ ആലോചനയാണ്. അപ്പോൾ അവിടെ കത്തീഡ്രലിലേക്ക് ഞാൻ ചെല്ലുന്നതിന് മുമ്പേ ഒരിക്കലും ഞാൻ ഒരു നോവൽ എഴുതണമെന്നോ ഈ ക്രൈസ്തവ പശ്ചാത്തലത്തിൽ ഉള്ള ഒരു ജീവിതം ആവിഷ്കരിക്കണമെന്നോ ആലോചിച്ചിട്ട് പോലുമില്ല. അതാണ് അതെനിക്കൊരു വലിയ ഒരു വിസ്മയമായിട്ട്, ഒരു മിറക്കിളായിട്ട് എനിക്ക് തോന്നുന്നത്. ബൈബിളിൽ സംഭവിച്ചിട്ടുള്ള അനേകം അത്ഭുത പ്രവൃത്തികൾ പോലെ ഒന്ന് എൻ്റെ ജീവിതത്തിലേക്കും വന്നതാണ് ആയുസിൻ്റെ പുസ്തകം എന്ന നോവൽ. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ഈ മുഴുവനും ഓർമ്മകളിങ്ങനെ വരികയാണ്. അവിടുത്തെ പ്രകൃതി, പ്രത്യേകിച്ചും അതിമനോഹരമായിട്ടുള്ള കുന്നുകൾ, ആ കുന്നുകൾ ഓരോ നേരത്തും ഓരോ ആകാരം അതിനുണ്ടെന്ന് തോന്നും. സന്ധ്യനേരത്ത് ആ കുന്നുകളിങ്ങനെ ഇളകുന്നത് പോലെ തോന്നും. അവയിൽ പല ഘട്ടങ്ങളിൽ ആദ്യത്തെ മഴ പെയ്യുമ്പോൾ കുന്നുകളുടെ നിറം ഒന്നാണ്, അത് പിന്നത്തെ മഴ പെയ്യുമ്പോൾ കുന്നുകൾ നിറം മാറുന്നു, അതിൻ്റെ പച്ച കുറേ കൂടി ഗാഠമാകുന്നു. നേർത്ത കോടമഞ്ഞ് വീശിക്കൊണ്ടിരിക്കുമ്പോൾ ആ കുന്നുകളുടെ പ്രകൃതം വേറൊന്നാണ്. കട്ടിയുള്ള മൂടൽമഞ്ഞ് വരുമ്പോൾ അവയുടെ ആകാരം വേറൊന്നാണ്, അവ മറഞ്ഞു കിടക്കുന്നു. മഴയിൽ അവയുടെ രൂപം വേറെയാണ്. ഇങ്ങനെ അവിടുത്തെ ഓരോ കാര്യങ്ങളും, ഈ പ്രകൃതി ദൃശ്യങ്ങൾ, മുളങ്കാടുകൾ, പാറകൾ, പുൽക്കൂട്ടങ്ങൾ എല്ലാം ഇങ്ങനെ മനസ്സിലേക്ക് വരികയാണ്. അവിടുത്തെ ചെറിയ പക്ഷികൾ, അവിടുത്തെ ഈ കാട്ടുമുയലുകൾ, പന്നികൾ, പാമ്പുകൾ, ആ പുഴയിലൂടെ പോകുന്ന മത്സ്യങ്ങൾ, എല്ലാം സൂക്ഷ്മജീവികൾ വരെ ഇങ്ങനെ മനസ്സിലേക്ക് വരികയാണ്. ഒപ്പം ഒരുപാട് മനുഷ്യരും. ആ മനുഷ്യർക്ക് പക്ഷേ നമ്മൾ മുഖങ്ങളില്ല. ആ മുഖങ്ങളില്ലാത്ത മനുഷ്യരാണ് പിന്നീട് അതിലെ കഥാപാത്രങ്ങളായിട്ട് മാറിയത്. അപ്പോൾ അതിലെ ആ സന്ദർഭം ഉണ്ടാകുന്നു, അത് തുടങ്ങാനുള്ള ഒരു സന്ദർഭം ഉണ്ടാകുന്നു. ഇതൊക്കെ ഒരു അത്ഭുത പ്രവൃത്തി പോലെ, മിറക്കിൾ പോലെ ഇങ്ങനെ സംഭവിക്കുകയാണ്. ഞാൻ അവിടെ ഇരുന്ന് അത് മനസ്സിൽ കുറിക്കുന്നു. പിന്നീട് ട്രാമുകളിൽ ഇരുന്നിട്ട് അതിൻ്റെ നോട്ടുകൾ ഉണ്ടാക്കുന്നു, കഥാപാത്രങ്ങളുടെ സ്കെച്ചുകൾ വരയ്ക്കുന്നു. അതിൻ്റെ ഒരു പ്രോസസ്സ് പിന്നെ നിരന്തരമായിട്ട് നടക്കുകയാണ്. നമ്മൾ നാടകം കാണുകയും സിനിമ കാണുകയും ഈ രാഷ്ട്രീയ രംഗങ്ങൾ നിരീക്ഷിക്കുകയും അതിൻ്റെ റിപ്പോർട്ടുകൾ എഴുതി അയക്കുകയും ഒക്കെ ചെയ്യുന്നതിനിടയിൽ തന്നെ ഈ ഒരു നോവൽ എഴുത്ത് എന്നുള്ളൊരു പ്രക്രിയയും കൂടി അവിടെ നടത്തി. അപ്പോൾ ആ പുസ്തകം ഇപ്പോൾ 83 ആ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ തുടർച്ചയായിട്ട് വരുന്നത് 83 82 അവസാനമാണ് ഞാനത് എഴുതി തീർക്കുന്നത്. അതിനിടയിൽ ഞാൻ ഒരിക്കൽ കൂടി കൽക്കത്തയിൽ പോവുകയുണ്ടായി. 2 കൽക്കത്ത യാത്രകൾക്കിടയിലാണ് ആ പുസ്തകം എഴുതി തീർക്കുന്നത്. അപ്പോൾ കൽക്കത്തയോട് നമ്മുടെ
കടപ്പാടെന്ന് പറയുന്നത് പല തലത്തിലാണ്. കൽക്കത്തയെക്കുറിച്ച് ആളുകൾ പലതും പറയുന്നുണ്ടാവും. ഒരുപക്ഷെ പലരും അത് ആകർഷിക്കുന്നുണ്ടാവില്ല. അത് പിന്നെ അതിനെക്കുറിച്ച് വളരെ പ്രതിലോമപരമായിട്ടുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആൾക്കാരുണ്ട്, പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് അത് എനിക്ക് വളരെ സ്നേഹം തന്ന്, വാത്സല്യം തന്ന്, അറിവ് തന്ന ഒരു സ്ഥലമാണ്. പുസ്തകങ്ങളുടെ ഒരു വിസ്തൃതമായിട്ടുള്ള പ്രപഞ്ചമുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നത് കൊൽക്കത്തയാണ്. അവിടുത്തെ കോളേജ് സ്ട്രീറ്റിലെ 1.5 കിലോമീറ്റർ നീണ്ടിട്ടുള്ള ഈ ചെറിയ സ്റ്റാളുകളിലൂടെ നമ്മൾ നടക്കുമ്പോഴാണ് നമ്മൾ ഈ പുസ്തകങ്ങളുടെ മുന്നിൽ നമ്മൾ വിനയാന്വിതരാകുക. ലോകത്തിലെ എല്ലാ പുസ്തകങ്ങളും അവിടെയുണ്ട്. അത് വിൽക്കുന്നവർക്ക് പുസ്തകങ്ങളെക്കുറിച്ച് അറിയാം. ഏത് പുസ്തകമാണ് നമ്മളെടുത്താൽ അവർ അതിനെക്കുറിച്ച് പറയും. അങ്ങനെ ഈ അന്ന് നമ്മൾ കാണാതിരുന്ന പല പുസ്തകങ്ങളും, ഇപ്പോൾ ഷെനയുടെ നോവലുകൾ, ഷെനയെക്കുറിച്ച് സാർത്ര എഴുതിയിട്ടുള്ള സെയിൻറ്റ് ഷെന എന്ന പുസ്തകം, കോളിൻ വിൽസൻ്റെ പുസ്തകം ക്രിമിനൽ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്ന പുസ്തകം, അസംബന്ധ നാടകവേദിയെക്കുറിച്ചിട്ടുള്ള പുസ്തകങ്ങൾ, അയനോസ്കോയുടെ നാടകങ്ങൾ, ഇങ്ങനെ നമ്മൾ അന്ന് കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന പുസ്തകങ്ങൾ മുഴുവനും അത് നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ ഇട്ടെറിഞ്ഞു തരികയാണ് നഗരം. അതൊരു വലിയൊരു അനുഭവമായിരുന്നു. അവിടെ ഇരുന്നുകൊണ്ട് പല സെക്കൻഡ് ഹാൻഡ് പുസ്തകക്കടകളിൽ ഇരുന്നിട്ട് ഞാൻ ആവുന്നത്ര പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ പല നിലയിലാണ് ആ നഗരം പ്രവർത്തിക്കുന്നത്. നമ്മൾ അങ്ങനെയുള്ളൊരു മനസ്സുമായിട്ട് അവിടെ ചെല്ലുന്നവരെ സംബന്ധിച്ചിടത്തോളം കൽക്കത്ത അതാണ്. പക്ഷേ നമ്മൾ മറ്റെന്തെങ്കിലും ആഗ്രഹിച്ചുകൊണ്ട് ചെല്ലും, നമ്മൾ ദുബായ് പോലെയുള്ള ഒരു നഗരത്തിലേക്ക് അല്ലെങ്കിൽ മുംബൈ പോലുള്ള ഒരു നഗരത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന മറ്റു ചില കാര്യങ്ങളായിരിക്കാം. നമുക്കൊരു കൽക്കത്തയിൽ പ്രതീക്ഷിക്കുന്നത് നമുക്ക് ദുബായ് നഗരത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റുകയില്ല. അത് ദുബായ് നഗരത്തിൽ എന്ന് ചെല്ലുന്ന പ്രതീക്ഷയായിട്ട് കൽക്കത്തയിൽ ചെന്നാൽ വളരെ നിരാശരാകും. അവരെ കാഴ്ചകളൊന്നും അവരെ സംബന്ധിച്ച് മൂല്യവത്തായിട്ട് തോന്നണമെന്നില്ല. കാരണം അതിൻ്റെ കൽക്കത്തയുടെ സംസ്കാരം വേറെയാണ്, അതിൻ്റെ അനുഭവങ്ങൾ വേറെയാണ്, അതിൻ്റെ പശ്ചാത്തലവും എല്ലാം വേറെയാണ്, അവിടെ ജീവിച്ച മനുഷ്യർ വേറെയാണ്. പക്ഷേ ആ മനുഷ്യരോട് നമുക്ക് ആദരവുണ്ടെങ്കിൽ, അവരുടെ ജീവിതത്തോട് നമുക്ക് ആദരവുണ്ടെങ്കിൽ, ടാഗോറിനോട് നമുക്ക് ആദരവുണ്ടെങ്കിൽ, ബംഗാളി സാഹിത്യത്തോട് നമുക്ക് ആദരവുണ്ടെങ്കിൽ നമ്മൾ ആ നഗരത്തെ തീർച്ചയായിട്ടും സ്നേഹിക്കും. ഞാൻ ഈ കുർക്കുരിയുടെ മുഴക്കം കേട്ടിട്ട് എന്താണത് എന്ന് ചോദിച്ചു. അപ്പോൾ അവിടുത്തെ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിൻ്റെ ജീവനക്കാരൻ പറഞ്ഞു, അത് സന്താൾ വർഗ്ഗക്കാരുടെ ചടങ്ങാണ്, അത് ഇത്രയും ദൂരം നടന്നാൽ മതി അവിടെ എത്താമെന്ന് പറഞ്ഞു. അങ്ങനെ നടന്ന് അവിടെ എത്തുകയാണ്.